അനൗൺസ് ചെയ്തേ. പ്രിയരെ, കാനായിലെ കല്യാണ നാളിൽ ഇന്ന് തുടങ്ങുന്ന ഗാനത്തിന് ശബ്ദം നൽകുന്നു ഊളംകുന്ന് ഉദയകുമാർ. കാനായിലെ കല്യാണ നാളിൽ കൽപ്പരണിയിലെ വെള്ളം തിരിനീരായി കാട്ടിലാടുമീ മുളം കാട്ടിനുള്ളിലും ഓണവില്ലൊളി മുഴങ്ങുന്നു. കാനായിലെ കല്യാണ നാളിൽ കൽപ്പരണിയിലെ വെള്ളം തിരിനീരായി കാട്ടിലാടുമീ മുളം കാട്ടിനുള്ളിലും ഓണവില്ലൊളി മുഴങ്ങുന്നു. താങ്ക് യു വെരി മച്ച്. ഹലോ, ഈ കാനായിലെ കല്യാണ രാത്രി ഓണവില്ലി എങ്ങനെയാണ് അറിയുന്നത്? അതെ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 10 മാസം ഞാൻ ഒറ്റ പാട്ടിലൂടെ ഞാൻ അടിച്ചിട്ട് തന്നില്ലേ. സുഖിക്ക് ഓണം കൊണ്ടാട്. അടുത്ത അനൗൺസ് ഇത് എന്ത് പാട്ടാണ് ഇത്? എന്നാ പാട്ടാ ഇയാൾ പറഞ്ഞു? നിനക്കൂടെ ഒന്ന് ബലൂൺ ചവിട്ടി പൊട്ടിച്ച് സോപ്പ് വെള്ളത്തിൽ മുങ്ങി നിനക്കൂടെ ചാട്ടവാറടി കൊണ്ട് നീ ഒന്ന് പൈസ വാങ്ങുന്നത് നീയൊക്കെ ഓരോരുത്തർ. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ നിപ്പിന്ന് പൈസ വെച്ചിട്ട് പോകുന്നവനാ. മനസ്സിലായ? ആ രീതിയിൽ സംസാരിക്കരുത്. അനൗൺസ് സുന്ദരി. ഓ, അവിടെ കിടക്കണം സുന്ദരി. ഒന്നൊരുങ്ങി വാ, നാളെയാണ് താലിമംഗളം. സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങി വാ, നാളെയാണ് താലിമംഗളം. നേരുന്നു ഞാൻ എന്ന് പാവനയാകും പൂവണി നിനക്കായി ദേവി ഭുവനേശ്വരി. സൗഗന്ധികങ്ങളെ പറയൂ, സമാധിയിൽ നിന്നുണരു ഉഷാദേവതാരു പൂമാന മേഘം പുതു തുടങ്ങി ഓളങ്ങളെ ഓ മലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ. താരകങ്ങൾ പുഞ്ചിരിച്ച നീ ഉറങ്ങിയോ നിലാവേ. മായുമോകിക്കും നിർമിഴിയോടെ, ദാഹിക്കും ചേതനയോടെ. എന്നിട്ട് ഈ ഒറ്റ ശ്വാസത്തിൽ 50 പാട്ട് പാടിയിട്ട് അവൻ്റെ ചോദിക്കണേ എന്നിട്ടെന്ന് എങ്ങനെ സാധിക്കുന്നു? എന്ത് പാട്ടാണ് ഇയാൾ പാടുന്നത്? കുറെ നേരമായല്ലോ. ഇവടാ, നിനക്ക് എന്തിന്റെ സൂക്കറാ? ആ ഇരിക്കുന്ന കലാകാരൻ്റെ അടുത്ത് ചോദിച്ചു നോക്ക്. മനസ്സിലായ? ഞാനൊക്കെ അങ്ങനെ വന്ന ഒരു കലാകാരനാണ് ഞാൻ. മനസ്സിലായ? തോന്നുന്നില്ല. ആ രീതിയിൽ എന്താ സംസാരിക്കുന്നത്? ഇനി പ്രോഗ്രാം നടത്താൻ ഞാൻ ശൂന്യാകാശം മാത്രമേ ഉള്ളൂ. അറിയാമോ? ലോകത്ത് ഞാൻ കറങ്ങിയിട്ട് വന്നിരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇനിയാ ഇനി എന്താണ്? ഇനി കൈ വിരൽ കൂടെ നോക്കിയാൽ ഒരു അടി അടിച്ചില്ല. അതൂടെ ഉള്ളു, ബാക്കിയെല്ലാം കഴിഞ്ഞു. ഹലോ, ഞങ്ങളിപ്പോൾ ഗാനമേളായിട്ട് നിൽക്കുകയാണ്. പറഞ്ഞാൽ മതി, എവിടെയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. ഓക്കെ സാർ, ഓക്കെ ശരി. ഇവിടുത്തെ വിടണേ ചെല്ലാന്ന് പറ. ഇവിടുത്തെ വിടണേ ചെല്ലാന്ന് പറ. അത് പറയണല്ലേ? ഇതിന്റെ അഭിപ്രായം പറയാൻ ഒരുപാട് സമയം എടുക്കും. അതെ, ഒരുപാട് സമയം എടുക്കും. ലാഗാവുന്നല്ലേ? ഹലോ, ഇവിടെ നിന്ന് വിടാണെങ്കിൽ വരാം. ആദ്യം ഞാൻ വന്ന് ഷാജോൺ അങ്ങ് കയ്യിലങ്ങ് എടുത്ത്, അപ്പൊ ആ വക എനിക്ക് അങ്ങ് കിട്ടിക്കോളും. പിന്നെ അനുജോണ്ട വക അത് വേറെ, ലക്ഷ്മിയുടെ വക വേറെ. പിന്നെ കൂടെ കുറെ എണ്ണ ഇരിപ്പുണ്ട്. അയ്യോ, എന്നെ കിട്ടിയ അള്ളി കൊല്ലും. ശരി വാക്ക് നൊട്ടേഷൻ സ്റ്റാൻഡ് തരാൻ പറ്റില്ല. ഈ ഫോൺ വിളിക്കുന്ന സമയം ഉണ്ടെങ്കിൽ ആ മ്യൂസിക് ഇടുന്ന പയ്യൻ്റെ അടുത്ത് എന്റെ മ്യൂസിക് ഇടാൻ പറ്റില്ലേ? മ്യൂസിക് ഇടുന്ന സംഭവം എന്തോ കംപ്ലൈന്റ് ആണ് കേട്ടോ, ഇടാൻ പറ്റില്ല. അപ്പൊ പുഴുങ്ങി എന്ത് ചെയ്യുമ്പോ ഈ കപ്പയുടെ കൂടെ ഇട്ട് ഇവരെങ്ങനെ പുഴുങ്ങിയാലോ? അല്ലാതെ ഇപ്പൊ നല്ല പരുവാ. ഇവര് വെന്ത് നിൽക്കുക, കപ്പ വേവാനുണ്ട്. ഞങ്ങളുടെ ദൈവമായ ലക്ഷ്മി നക്ഷത്ര ഈ ഫ്ലോറിൽ വന്ന് എന്നെയും എന്റെ മാനേജരെ രക്ഷിക്കണമെന്ന് വളരെ താഴ്മയായി അപേക്ഷിക്കുന്നു. ലക്ഷ്മി നക്ഷത്രേ വരില്ലേ? ലക്ഷ്മി ശേഷത്രേ ഏട്ടാ, ഞാൻ വന്നു. കേറട്ടെ? പുഴുത്തിരിക്കുന്നു. ഞാൻ എന്റെ മേക്കപ്പ് റൂമിൽ പോയി മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ ഇവരുടെ സ്കിറ്റിന്റെ ചെവിയിൽ എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഗംഭീര പാട്ട്, ഗംഭീര ഡ്രംസ്. സാധിക്കുന്നു ഇത്? അതെ, എനിക്ക് ലക്ഷ്മിയോടെ ചോദിക്കാല്ലേ, എങ്ങനെ ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കും?
എത്ര കിട്ടിയാലും പഠിക്കില്ല, ഞങ്ങൾ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിന് സംഭവിക്കണ അതിനകത്ത് ഇവിടെ ഒന്നും സംഭവിച്ചില്ല. ഇവിടെ നീ ധൈര്യം സംഭവിക്കാനുള്ളത് ഞങ്ങൾക്ക് സംഭവിച്ചു. അതെ, അതെ, അതെ. ഒന്ന് രക്ഷപ്പെടും, കുഴപ്പമില്ല. ഞങ്ങളെ രക്ഷപ്പെടുത്തോ? താങ്ക് യു വെരി മച്ച്. നിങ്ങൾ ഒറ്റയ്ക്ക് മേടിച്ചത് അല്ല ഇനി വന്നാ അഖിലേജ് വാടാ യവൻ എങ്ങ് എടുക്കാം, വാ. എന്താടാ നിങ്ങൾ പരിപാടിക്ക് എത്ര ഞങ്ങളെ പരിപാടിക്കാം 2 കോടി രൂപ. 2.5 കോടി രൂപ കിട്ടുമോ? അത് വാങ്ങിക്കാം. ഞങ്ങളെ പരിപാടി 2.5 കോടി രൂപ. എന്താണ്? ഹലോ, സുരേഷ് കോച്ചേട്ടനല്ലേ? എന്നിട്ട് ഒരു ഐറ്റം കിടന്ന് കറങ്ങണ്ട കൂടി. എന്നിട്ട് അപ്പൊ നമുക്ക് ആ ഫംഗ്ഷന് ഇത് വിളിച്ചാലോ? വിളിച്ചിട്ട് അല്ലല്ല, അവിടെ ആളെ പിരിച്ചു. എന്നിട്ട് സ്ഥലം എവിടെയെന്ന് പരിപാടി ഗുരുവായൂർ പറ്റും 2 കോടി രൂപ പരിപാടിക്ക്. എന്നിട്ട് ബാക്കി പറ. എന്നിട്ട് എന്നാ എനിക്ക് സുഖം, സന്തോഷം. എന്നിട്ട് ഞാനും പെട്ടു ഇതിനകത്ത്, അതാണ്. എടാ മിണ്ടാതെ ഞങ്ങൾ ഇറങ്ങി പോകൂലായിരുന്നു. രണ്ടുപേരും ഉരുവിരിക്കുന്ന ആ തീ കത്തിക്കല്ലോ. ഇല്ല റിംഗ് ചെയ്യാത്ത ഫോൺ അങ്ങോട്ട് വിളിച്ച് അവര് ഫ്രീ അല്ല, തിരക്കുണ്ട്. ഇല്ല തിരക്കില്ല, നമ്മൾ ഫ്രീ ആണ്. തിരക്കുണ്ട് ഇവർക്ക് പരിപാടി ഉണ്ട്. സെക്കൻഡില്ലേ ഈ പരിപാടി പറ എന്താണ് സംഭവം? ശരിയെന്നാ. നീ എങ്ങനെ പോയിരിക്കൂടാ? നീ എങ്ങനെ പോയിരിക്കും? നീ നമ്മളിൽ ഒരാളായി വാ. നീ യോഗ്യനല്ല, ഈ ഫ്ലോറിൽ കയറാൻ യോഗ്യനല്ല.